തോളുന്ന കാലമാണ്, പറയുന്നവനെ പരിഹസിക്കുന്ന കാലമാണ്. എങ്കിൽ എന്റെ മുസ്ലിം പെങ്ങളെ, മോളെ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ, കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്? കുല്ലുംരിഇൻ സബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു വദിനാ മിൻ ശിറാകി നഅലിഹി. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ പുറകിൽ നടക്കുകയാണ്. ഏതു നിമിഷം എങ്ങനെയാണ് മരണം നിന്നെ തേടി വരുന്നതെന്നറിയില്ല. മലക്ക് അസ്റായീൽ എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. ആഘോഷവും അടിച്ചുപൊളിയും മോഹങ്ങളും സ്വപ്നങ്ങളുമല്ല, ഇടുത്തി വീടുന്നത് പോലെ മരണം തേടി വരികയാണ്. എപ്പോഴാണ് വരുന്നതെന്നറിയില്ലടോ. പ്രായം വേണ്ട, രോഗം വേണ്ട, മുടി നരയ്ക്കണ്ട. ക്യാൻസറും ട്യൂമറും വന്നവര് മാത്രമല്ല മരിക്കുന്നത്. പഠിച്ചവരെ, ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ പരിസരത്തല്ലേ 10-40 വയസ്സുള്ള ഒരു സഖാഫി ഉസ്താദ് ദുഹർ നിസ്കരിച്ചതാ സഹോദര. ഇന്ന് പടച്ചവനെ ഒരു മരണവാർത്ത എറിഞ്ഞു. അല്ലാഹുവേ, ദുഹർ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ഉസ്താദ് അല്ലാഹുവിന്റെ വിളിക്ക് മുമ്പിൽ തലതാഴ്ത്തി യാത്രയായിരിക്കുകയാണ്. റബ്ബേ, ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അല്ലാ. ഉസ്താദിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചിന്തയുമില്ലടോ, ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. ഇന്ന് തൊടുന്നതും പിടിക്കുന്നതും പാപമല്ല. ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് പാപമല്ല, ഒരു പെണ്ണിന്റെ കൂടെ നടക്കുന്നത് പാപമല്ല. ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പാണ്, ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പാണ്. ഇല്ലടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ. വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചരിക്കരുതെന്നല്ല, ആ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്നത് പോലും ചെയ്യല്ലേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പടന്ന് ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇന്ന് തെറ്റു ചെയ്യാൻ അവസരം വല്ലാത്ത കൂടുതലാണ്. ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങളാകട്ടെ, ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലെ മോഹമെന്താ? സ്വർഗത്തിൽ പോകണമെന്നല്ലേ? അതിനു വേണ്ടിയല്ലേ നമ്മളൊക്കെ പരിശ്രമിക്കുന്നത്? അല്ലാഹുവേ,